നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സമൂഹത്തിലൊരു സ്ത്രീ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാടുണ്ടാകാം, അല്ലേ? ഇനി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ നേരിടുന്ന വെല്ലുവിളികളോ? അതും തീർത്തും വ്യത്യസ്തമായ ഒന്നായിരിക്കും. എന്നാൽ ഒരാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിലോ? അവിടെ വിവേചനം എന്നത് വെറുതെ ഇരട്ടിക്കുകയാണോ? അതോ അതിനേക്കാൾ സങ്കീർണമായ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണോ? അതെ, ആ ചോദ്യമാണ് ശരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ കാതൽ. നിങ്ങൾ തന്ന ഇന്റർസെക്ഷനാലിറ്റി, ലിംഗഭേദവും ജാതീയമായ അടിച്ചമർത്തലും എന്ന പഠനരേഖ വിരൽ ചൂണ്ടുന്നത് ഇതേ കാര്യത്തിലേക്കാണ്. ഇന്റർസെക്ഷനാലിറ്റി. അതെ, 1989-ൽ കിംബർലെ ക്രെൻഷോ എന്ന നിയമവിദഗ്ധയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. അവർ പറഞ്ഞ ആശയം വളരെ ലളിതമാണ്, പക്ഷെ ശക്തവുമാണ്. എന്താണത്? നമ്മുടെ അടയാളങ്ങളായ ജാതി, ലിംഗഭേദം, വംശം, വർഗം എന്നിവയൊന്നും ഒറ്റപ്പെട്ട തുരുത്തുകളല്ല. അവയെല്ലാം കൂടിച്ചേർന്ന ചില കവലകളുണ്ട്. കവലകൾ. ഇൻട്രസ്റ്റിംഗ്. അതെ, ആ കവലകളിൽ വെച്ചാണ് പലപ്പോഴും ഏറ്റവും തീവ്രമായ വിവേചനങ്ങൾ അരങ്ങേറുന്നത്. അപ്പൊ നമുക്ക് ഈ ആശയത്തെ ഒന്ന് കീറിമുറിച്ചു പരിശോധിച്ചാലോ? കാരണം ഒറ്റ നോട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ കൂടുതൽ അടയാളങ്ങൾ, കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് തോന്നാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ കവല എന്ന ആശയം അതല്ല സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ പഠനരേഖയും അതുതന്നെയാണ് പറയുന്നത്. ഇന്റർസെക്ഷനാലിറ്റി എന്നത് സാമൂഹിക അടയാളങ്ങൾ എങ്ങനെ കൂടിച്ചേർന്ന് ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നു എന്ന് പഠിക്കുന്നൊരു രീതിയാണ്. അതായത് സ്ത്രീകളോടുള്ള വിവേചനം, ജാതീയത, വംശീയത ഇതൊന്നും വെവ്വേറെ നിൽക്കുന്ന പ്രശ്നങ്ങളല്ല. അല്ല, അവയെല്ലാം പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു. ഒന്ന് മറ്റൊന്നിന് വളമാകുന്നു എന്ന് തന്നെ പറയാം. എനിക്കിപ്പോഴും ആ ആശയം പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ല. ഒരു ഉദാഹരണം പറയാമോ? ഒരു ദളിത് സ്ത്രീയുടെ കാര്യമെടുത്താൽ അവർ സ്ത്രീ ആയതുകൊണ്ട് ഒരുതരം വിവേചനം. അതെ, ഒരു ഗണിതമല്ല. ഓക്കേ. അതായത് സ്ത്രീവിരുദ്ധതയും ജാതീയതയും വെറുതെ കൂട്ടിവച്ചാൽ കിട്ടുന്ന ഒന്നല്ല ഒരു ദളിത് സ്ത്രീയുടെ അനുഭവം. പകരം ആ രണ്ട് അടയാളങ്ങളും കൂടിച്ചേരുമ്പോൾ തികച്ചും പുതിയതും കൂടുതൽ രൂക്ഷവുമായ ഒരു പാർശ്വവൽക്കരണമാണ് രൂപപ്പെടുന്നത്. പുതിയൊരു തരം അനുഭവം. കൃത്യം. ഒരു സവർണ സ്ത്രീക്ക് ഒരുപക്ഷെ പുരുഷാധിപത്യത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാകും. ഒരു ദളിത് പുരുഷന് ജാതീയമായ അടിച്ചമർത്തലിന്റെ വേദനയും മനസ്സിലാകും. ശരിയാണ്. പക്ഷേ ഒരു ദളിത് സ്ത്രീ നേരിടുന്ന ജാതിയും പുരുഷാധിപത്യവും ചേർന്ന ആ സവിശേഷമായ അതിക്രമത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ അനുഭവങ്ങൾക്ക് ഒരു പ്രത്യേക രൂപവും ഭാവവുമുണ്ട്. ഇപ്പോൾ വ്യക്തമായി. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണവും അതേസമയം പ്രധാനപ്പെട്ടതുമാകുന്നത്. ഈ പഠനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയിലെ ജാതിയുടെയും ലിംഗഭേദത്തിന്റെയും ഈ ഇടകലരലിലാണ്. അതെ. രേഖയിൽ പറയുന്നതനുസരിച്ച് പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ വിവേചനവും അതിക്രമങ്ങളും നേരിടുന്നു. അത് നമുക്കറിയാം. അതോടൊപ്പം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, അത് ജനനത്തെ അടിസ്ഥാനമാക്കി ആളുകളുടെ സാമൂഹിക പദവിയും തൊഴിലും അവസരങ്ങളുമെല്ലാം നിശ്ചയിക്കുന്നു. അപ്പോ ഈ രണ്ട് അതിശക്തമായ ഘടനകളും ഒരു ദളിത് സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുമിപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. പഠനരേഖ ഇതിനെ ഇരട്ട അടിച്ചമർത്തൽ അഥവാ ഡ്യുവൽ ഒപ്രഷൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇരട്ട അടിച്ചമർത്തൽ. അതെ, അവർ സ്ത്രീ ആയതുകൊണ്ടുള്ള വിവേചനവും ദളിത് ആയതുകൊണ്ടുള്ള വിവേചനവും ഒരേ സമയം നേരിടുന്നു. ഇതിന്റെ ഏറ്റവും ഭീകരമായ പ്രത്യാഘാതങ്ങളിലൊന്ന് അവർ ലൈംഗിക അതിക്രമങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നു എന്നതാണ്. കൃത്യമായി, അത് ശരിക്കും ഭീകരമായൊരവസ്ഥയാണ്. അതെ. പഠനരേഖയിലെ ഒരു ഭാഗം ഇത് വ്യക്തമായി പറയുന്നുണ്ട്. പലപ്പോഴും ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാരാണ് ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നത്. ഇതൊരു വ്യക്തിപരമായ ആക്രമണം മാത്രമല്ല, പിന്നെ എന്താണ്? ജാതീയമായ അധികാരഘടന നിലനിർത്താനും ആ സമുദായത്തെ മുഴുവൻ അപമാനിക്കാനും നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയാനുമുള്ള ഒരു ഉപകരണമായി ഈ അതിക്രമങ്ങൾ മാറുന്നു. ഓ. അതുകൊണ്ടുതന്നെ ഒരു ദളിത് സ്ത്രീക്കെതിരെയുള്ള അതിക്രമം ഒരു സവർണ സ്ത്രീക്കെതിരെയുള്ള അതിക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കൈവരിക്കുന്നു. അതിനു പിന്നിൽ ലിംഗപരമായ ഒരു മാനം മാത്രമല്ല, ജാതീയമായ ഒരു അധികാരപ്രയോഗം കൂടിയുണ്ട്. ഈ പഠനരേഖ ദളിത് സ്ത്രീകൾ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഈ ഇരട്ട അതിക്രമം കൂടാതെ മറ്റെന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? പഠനം 3 പ്രധാന മേഖലകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്നാമത്തേത് നിയമവ്യവസ്ഥയിൽ അവർ നേരിടുന്ന അവഗണനയാണ്. നീതി നിഷേധം. അതെ, ജാതിയുടെ പേരിലും സ്ത്രീ ആയതിനാലും അതിക്രമങ്ങൾ നേരിടുമ്പോൾ പോലീസിൽ നിന്നോ കോടതികളിൽ നിന്നോ
പലപ്പോഴും അവർക്ക് നീതി ലഭിക്കുന്നില്ല. പഠനത്തിൽ പരാമർശിക്കുന്ന ഒരു കേസ് സ്റ്റഡി തന്നെയുണ്ട്. ഒരു ദളിത് യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ പോലീസ് എഫ്ഐആർ ഇടാൻ പോലും വൈമനസ്യം കാണിച്ചു. അവിശ്വസനീയം. പ്രതികൾ ഉയർന്ന ജാതിക്കാരായതുകൊണ്ട് കേസ് ദുർബലമാക്കാൻ ശ്രമിച്ചു. അവരുടെ മൊഴികളെ അവിശ്വസിച്ചു. അപ്പോ നീതി തേടി ചെല്ലുമ്പോൾ പോലും അവർക്ക് വീണ്ടും വിവേചനം നേരിടേണ്ടി വരുന്നു. ഇത് ഭയാനകമാണ്. അതായത് കുറ്റകൃത്യത്തിനിരയാവുക എന്നതൊരു ഭാഗത്ത്, നീതിക്കായി സമീപിക്കുമ്പോൾ അതേ സംവിധാനത്തിൽ നിന്ന് വീണ്ടും ഇരയാക്കപ്പെടുക എന്നതു മറുഭാഗത്ത്. അതെ. രണ്ടാമത്തെ പ്രശ്നമായി പഠനം പറയുന്നത് സാമ്പത്തിക തടസ്സങ്ങളെക്കുറിച്ചാണല്ലോ. അതെങ്ങനെയാണ് ഈ ഇന്റർസെക്ഷനാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? വളരെ ആഴത്തിൽ ബന്ധമുണ്ട്. കുറഞ്ഞ ശമ്പളമുള്ള മോശം ജോലികളിൽ, അതായത് ശുചീകരണം, കാർഷിക വൃത്തി, കെട്ടിട നിർമ്മാണം പോലുള്ള മേഖലകളിൽ ദളിത് സ്ത്രീകൾ ഒതുക്കപ്പെടുന്നു. അവസരങ്ങൾ കുറയുന്നു. അവസരങ്ങൾ മാത്രമല്ല, വേതനത്തിലും വിവേചനമുണ്ട്. പഠനരേഖയിലെ ഒരു കണക്ക് വളരെ ഞെട്ടിക്കുന്നതാണ്. സമാനമായ ജോലി ചെയ്യുന്ന ഒരു സവർണ സ്ത്രീയേക്കാൾ ഏകദേശം 30–35% കുറവ് വേതനമാണ് പലപ്പോഴും ഒരു ദളിത് സ്ത്രീക്ക് ലഭിക്കുന്നത്. അത്രയധികം വ്യത്യാസമോ? അതെ. ഇത് വെറും സാമ്പത്തികമായ ഒരു കണക്കല്ല, മറിച്ച് ജാതിയും ലിംഗഭേദവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവസരങ്ങൾ എത്രമാത്രം നിഷേധിക്കപ്പെടുന്നു എന്നതിന്റെ നേർചിത്രമാണ്. അതോടൊപ്പം കുടുംബത്തിന് പ്രാധാന്യം നൽകണമെന്ന സാമൂഹിക സമ്മർദ്ദം, അതുകാരണം സ്വന്തം വിദ്യാഭ്യാസത്തിനോ സാമ്പത്തിക പുരോഗതിക്കോ ഉള്ള അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. ഇതൊരു സാംകൃത വലയം പോലെയായി മാറുന്നു. അതെ. തലമുറകളായി തുടരുന്ന ദാരിദ്ര്യത്തിന്റെ ഒരു വലയത്തിൽ അവരെ തളച്ചിടുന്നു. മൂന്നാമതായി പറയുന്നത് സാമൂഹിക ബഹിഷ്കരണത്തെക്കുറിച്ചാണ്. ഇത് തൊട്ടുകൂടായ്മ പോലുള്ള പഴയകാല പ്രശ്നങ്ങളെക്കുറിച്ചാണോ അതോ ഇന്നും നിലനിൽക്കുന്ന മറ്റു രൂപങ്ങളെക്കുറിച്ചാണോ? രണ്ടുമുണ്ട്. പ്രത്യക്ഷമായ തൊട്ടുകൂടായ്മ നിയമം മൂലം നിരോധിച്ചെങ്കിലും അതിന്റെ പല രൂപങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴോ? ഉണ്ട്. സാംസ്കാരികവും മതപരവുമായ ചടങ്ങുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നു. ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ വിലക്കുണ്ട്. ശരി. എന്നാൽ അതിനേക്കാൾ സൂക്ഷ്മമായ ബഹിഷ്കരണങ്ങളുണ്ട്. ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന അവഗണന, സംഭാഷണങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത്, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുന്നത്, ഇതെല്ലാം അവരുടെ സാമൂഹിക പദവിയെ നിരന്തരം താഴ്ത്തിക്കിട്ടുന്നു. ഇത്രയും കേൾക്കുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അവർ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല? അവരും സ്ത്രീകളുടെ പ്രശ്നങ്ങളല്ലേ സംസാരിക്കുന്നത്? അതൊരു നിർണായകമായ ചോദ്യമാണ്. പഠനരേഖയും ആഴത്തിലത് പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുഖ്യധാര ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ആദ്യകാലങ്ങളിൽ നയിച്ചിരുന്നത് പ്രധാനമായും സവർണ സ്ത്രീകളായിരുന്നു. ഓക്കേ, അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. അതെ. അവരുടെ ജീവിതാനുഭവങ്ങളും മുൻഗണനകളും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർക്ക് പുരുഷാധിപത്യമായിരുന്നു പ്രധാന ശത്രു. എന്നാൽ ദളിത് സ്ത്രീകൾക്ക് പുരുഷാധിപത്യത്തോടും ജാതിവ്യവസ്ഥയോടും ഒരേ സമയം പോരാടേണ്ടിയിരുന്നു. അപ്പോൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുള്ളിലും ഒരുതരം അദൃശ്യമായ വേർതിരിവ് നിലനിന്നിരുന്നു എന്നാണോ പഠനം സൂചിപ്പിക്കുന്നത്? ഒരു പരിധിവരെ അതേന്ന് പറയാം. സവർണ ഫെമിനിസ്റ്റുകൾക്ക് ജാതീയമായ അടിച്ചമർത്തലിന്റെ തീവ്രത പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദളിത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരുടെ അജണ്ടയിൽ വന്നില്ല. അതായത് ജാതിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ, തൊട്ടുകൂടായ്മ, ഭൂമിയില്ലാത്ത അവസ്ഥ, ഇതൊന്നും അവരുടെ അജണ്ടയിൽ പ്രധാന വിഷയങ്ങളായില്ല. അതിന്റെ ഫലമായിട്ടാണോ ദളിത് ഫെമിനിസം എന്നൊരാശയം തന്നെ ഉടലെടുത്തത്? കൃത്യം. തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പരിഹാരം കാണാനും ദളിത് സ്ത്രീകൾക്ക് സ്വന്തമായി ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളും ദളിത് ഫെമിനിസം എന്നൊരു പുതിയ ചിന്താധാരയും രൂപീകരിക്കേണ്ടി വന്നു. അവരുടെ ശബ്ദം അവർ തന്നെ ആകേണ്ടി വന്നു. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന പ്രധാന നിഗമനം സാമൂഹിക പ്രശ്നങ്ങളെ ഒറ്റപ്പെട്ട അറകളായി കാണാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ ഈ ഇന്റർസെക്ഷനാലിറ്റി എന്ന ആശയം അത് ഇന്ത്യക്ക് മാത്രം ബാധകമായ ഒന്നല്ലല്ലോ. അല്ലേയല്ല. വംശവും വർഗവും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നും ഈ പഠനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. തീർച്ചയായും. ഈ ആശയം ആഗോളതലത്തിൽ വളരെ പ്രസക്തമാണ്. പഠനരേഖയിൽ വിശദീകരിക്കുന്നതുപോലെ വംശം, അതായത് റേസ് എന്നത് തൊലിയുടെ നിറം പോലുള്ള ശാരീരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക വേർതിരിവാണ്. വർഗമോ? ക്ലാസ്? വർഗം എന്നത് വരുമാനം, സമ്പത്ത്, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വിഭജനമാണ്.
അപ്പോ ഇന്ത്യയിൽ ജാതിയും ലിംഗഭേദവും കൂടിച്ചേരുന്നതുപോലെ മറ്റ് രാജ്യങ്ങളിൽ വംശവും വർഗവും അല്ലെങ്കിൽ വംശവും ലിംഗഭേദവും കൂടിച്ചേർന്ന് പുതിയ തരം വിവേചനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനൊരു വ്യക്തമായ ഉദാഹരണം പറയാമോ? തീർച്ചയായും. പഠനത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ ഒരു പാശ്ചാത്യ രാജ്യത്തെ ദരിദ്രയായ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീയെ പരിഗണിക്കൂ. ശരി. അവർ വംശീയത, അതായത് റേസിസം, സ്ത്രീവിരുദ്ധത, സെക്സിസം, പിന്നെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, ക്ലാസിസം, ഇവയെല്ലാം ഒരേ സമയം നേരിടുന്നു. മൂന്നും ഒരുമിച്ച്. അതെ, അവർക്ക് ജോലിസ്ഥലത്ത് ശമ്പളം കുറവായിരിക്കാം, കാരണം അവർ സ്ത്രീയും കറുത്ത വർഗ്ഗക്കാരിയുമാണ്. രണ്ട് ഘടകങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവാം. ചരിത്രപരമായ വംശീയത കാരണം അവർക്ക് ജീവിക്കേണ്ടി വരുന്നത് മോശം സാഹചര്യങ്ങളുള്ള, അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ ഒരിടത്തായിരിക്കാം. ആരോഗ്യരംഗത്തുപോലും ഈ വിവേചനം പ്രകടമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതെ, പഠനത്തിൽ അതും പരാമർശിക്കുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് വേദനയെ, ഡോക്ടർമാർ പലപ്പോഴും ഗൗരവമായി എടുക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ വേദനയെ പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന് കരുതുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ നോക്കൂ, അവരുടെ അനുഭവം ഒരു വെളുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീയിൽ നിന്നോ ഒരു കറുത്ത വർഗ്ഗക്കാരനായ പുരുഷനിൽ നിന്നോ തികച്ചും വ്യത്യസ്തമായിരിക്കും. ശരിയാണ്. ഇപ്പോൾ വിവേചനത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ എല്ലാ അടയാളങ്ങളെയും ഒരുമിച്ച് പരിഗണിക്കേണ്ടതുണ്ട് എന്നിത് വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒന്നിനെ മാത്രം വേർതിരിച്ചു കണ്ടാൽ ആ ചിത്രം ഒരിക്കലും പൂർണ്ണമാകില്ല. അപ്പോ ഈ വിശദമായ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: സാമൂഹിക അനീതിയെ ഏതെങ്കിലും ഒരടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അളക്കാനാവില്ല. അത് സ്ത്രീവിരുദ്ധതയാകട്ടെ, ജാതീയതയാകട്ടെ, വംശീയതയാകട്ടെ. അതെ, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ജാതി, മതം, ലിംഗഭേദം, വർഗം, വംശം, ലൈംഗികത, ഭിന്നശേഷി, അങ്ങനെ പലതും എങ്ങനെ ഒരുമിച്ചു പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്റർസെക്ഷനാലിറ്റി എന്ന ഈ കാഴ്ചപ്പാട് നമ്മളെ സഹായിക്കുന്നു. ഇതിനെ ഒരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ, യഥാർത്ഥ സാമൂഹിക നീതി കൈവരിക്കണമെങ്കിൽ നമ്മുടെ നയങ്ങളും നിയമങ്ങളും ഈ ഇടകലരലുകളെ പരിഗണിക്കുന്നവയാകണം. അതെങ്ങനെയാണ്? ഒരു നയം രൂപീകരിക്കുമ്പോൾ ഇത് സ്ത്രീകളെ എങ്ങനെ ബാധിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ഇത് ദളിത് സ്ത്രീകളെ എങ്ങനെ ബാധിക്കും, ഇത് ഭിന്നശേഷിക്കാരായ സ്ത്രീകളെ എങ്ങനെ ബാധിക്കും, ഇത് ഗ്രാമീണ മേഖലയിലെ ദരിദ്രരായ സ്ത്രീകളെ എങ്ങനെ ബാധിക്കും എന്നെല്ലാം ചിന്തിക്കണം. അപ്പോൾ പരിഹാരങ്ങളും കൂടുതൽ സൂക്ഷ്മവും ലക്ഷ്യം സാർത്ഥകവുമാകണം, അല്ലേ? എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു പരിഹാരം എന്നതിനപ്പുറം. അതെ, ഓരോ വിഭാഗത്തിന്റെയും സവിശേഷമായ ആവശ്യങ്ങൾ പരിഗണിക്കണം. പഠനരേഖ ഊന്നി പറയുന്നതും അതാണ്. ദളിത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, നീതി എന്നിവ ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതികൾ വേണം. നിയമസംവിധാനത്തിലെ പക്ഷപാതങ്ങൾ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ വേണം. ഏറ്റവും പ്രധാനമായി അവരുടെ ശബ്ദം കേൾക്കണം. തീർച്ചയായും. നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ, അത് രാഷ്ട്രീയത്തിലായാലും മറ്റു മേഖലകളിലായാലും, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം. അവരുടെ അനുഭവങ്ങൾ നയരൂപീകരണത്തിൽ പ്രതിഫലിക്കണം. അല്ലെങ്കിൽ ഏറ്റവും അരികിലുള്ളവർ വീണ്ടും പുറന്തള്ളപ്പെടും. നമ്മുടെ സാമൂഹിക നീതി സങ്കല്പങ്ങൾ അപൂർണമായി തുടരുകയും ചെയ്യും. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദിക്കാനായി ഒരു ചോദ്യം തരുന്നു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ ഏതൊക്കെ അടയാളങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നു തരികയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരൊറ്റ അടയാളത്തെ മാത്രം ആശ്രയിച്ചായിരുന്നോ, അതോ പലതും കൂടിക്കലർന്ന ഒന്നായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.